നേമിയ പാർട്ട് 1ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അനീമിയയുടെ ഡെഫിനേഷനും പിന്നെ അയൺ ഡെഫിഷ്യൻസി അനീമിയയെ കുറിച്ചാണ്. അനീമിയ എന്താണ് കണ്ടീഷൻ എന്നാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ ഇനഫ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ എത്താത്തപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നില്ല. ആ കണ്ടീഷനിലാണ് അനീമിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുന്നത്. നമ്മുടെ RBCയുടെ പ്രൊഡക്ഷനും RBCയുടെ ഡിസ്ട്രക്ഷനും ആനുപാതികമായിട്ട് നടക്കാതെ ആയപ്പോൾ വേണ്ട RBC നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പം RBCയുടെ ഉള്ളിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. RBC ആണ് ഹീമോഗ്ലോബിൻ ക്യാരി ചെയ്യുന്നത്. അപ്പം വേണ്ട ഇനഫ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല. അപ്പം നമ്മുടെ കോസ് അനുസരിച്ച് നമുക്ക് അനീമിയ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന്, ഇമ്പയർഡ് എറിത്രോസൈറ്റ് പ്രൊഡക്ഷൻ. അതിന് എക്സാമ്പിൾ ആണ് അയൺ ഡെഫിഷ്യൻസി, മെഗാലോപ്ലാസ്റ്റിക് അനീമിയ, ഹൈപ്പോപ്ലാസ്റ്റിക് അനീമിയ. രണ്ടാമത്തെ എറിത്രോസൈറ്റ് ലോസ്, ഇൻക്രീസ്ഡ് എറിത്രോസൈറ്റ് ലോസ്. അതിൽ വരുന്നതാണ് ഹീമോലൈറ്റിക് അനീമിയ ആൻഡ് നോർമോസൈറ്റിക് അനീമിയ. മീൻസ് അനീമിയ എന്ന കണ്ടീഷനിൽ RBCക്ക് ചിലപ്പോൾ അതിൻ്റെ കളർ മാറാം, സൈസ് മാറാം. അപ്പോൾ നമുക്കത് മൈക്രോസ്കോപ്പിക്കലി കാണാൻ സാധിക്കും. അപ്പം നോർമോക്രോമിക് ആണെങ്കിൽ നോർമൽ കളർ ആയിരിക്കും സെൽസിന്. നോർമോസൈറ്റിക് എന്ന് പറഞ്ഞാൽ നോർമൽ സൈസ് ആയിരിക്കും. മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ സെൽസ് സ്മോളർ ദാൻ നോർമൽ. മൈക്രോസൈറ്റിക് സെൽസ് ലാർജർ ദാൻ നോർമൽ. ഹൈപ്പോക്രോമിക് സെൽസ് പേലർ ദാൻ നോർമൽ. ഹീമോലൈറ്റിക് rate of destruction raised. മെഗാലോപ്ലാസ്റ്റിക് സെൽസ് ലാർജ് ആൻഡ് ഇമച്വർ. ഈ ടേംസ് ഒക്കെയാണ് നമ്മൾ ബ്ലഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പറഞ്ഞ കണ്ടീഷൻ നമ്മുടെ ബോഡിയിൽ വരുമ്പം എന്തൊക്കെ കോമ്പൻസേറ്ററി മെക്കാനിസം ആണ് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ആകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സിംറ്റംസ് ഓഫ് അനീമിയ, ഇത് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടാക്കികാർഡിയ, ദ ഹാർട്ട് റേറ്റ് ഇൻക്രീസസ് ടു ഇംപ്രൂവ് ബ്ലഡ് സപ്ലൈ ആൻഡ് സ്പീഡ് അപ്പ് സർക്കുലേഷൻ. അപ്പോൾ ഹാർട്ട് റേറ്റ് വളരെ കൂടുതലായിരിക്കും. നമ്മുടെ ബോഡിയിലേക്ക് ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ബ്ലഡ് എത്താൻ വേണ്ടി ഹാർട്ട് ഭയങ്കരമായിട്ട് പമ്പ് ചെയ്യും. അപ്പോൾ പാൽപിറ്റേഷൻ അവിടെ അനുഭവപ്പെടും. അതേപോലെ റാപ്പിഡ് ഹാർട്ട് റേറ്റ്, പിന്നെ ആൻജിന പെക്ടോറിയസ്, ഹാർട്ട് അറ്റാക്ക്, ചെസ്റ്റ് പെയിൻ മുതലായ കണ്ടീഷൻസ് വരും. പിന്നെ പേഷ്യൻ്റ് ഇപ്പോൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ അവിടെ നമുക്ക് ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് നമ്മുടെ ബോഡിയിൽ വളരെ കൂടുതലാണ് ആ ടൈമിൽ. അപ്പം അത്രയും ഓക്സിജൻ നമ്മുടെ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതേപോലെ റെസ്പിറേറ്ററി റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഓരോ ഭാഗത്തും ഇതേപോലെ മീൻസ് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നമുക്കത് വിസിബിൾ ആയിട്ട് കാണാനും കഴിയും. അയൺ ഡെഫിഷ്യൻസി അനീമിയയെ കുറിച്ചാണ് പഠിക്കുന്നത്. ലോകത്തിൽ തന്നെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അനീമിയാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. അപ്പോൾ പുരുഷന്മാരിൽ 1 to 2 milligram ഡെയിലി റിക്വയർമെന്റ് ഓഫ് അയൺ ആവശ്യമാണ്. അത് നമുക്ക് മീറ്റിൽ നിന്ന്, ഇറച്ചിയിൽ നിന്ന്, അതേപോലെ ഹൈലി കളേർഡ് വെജിറ്റബിൾസ്, അതായത് ചീര, ബീട്രൂട്ട് അങ്ങനെ തുടങ്ങിയ പച്ചക്കറികളിൽ നിന്ന് നമുക്ക് അയൺ കിട്ടും. നോർമൽ ഡെയിലി റിക്വയർമെന്റ് സ്ത്രീകൾക്ക് വരുന്ന 3 milligram ആണ്. ബിക്കോസ് മെൻസ്ട്രക്ഷൻ വഴി കുറേ ബ്ലഡ് ലോസ് നടക്കുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് റിക്വയർമെന്റ് കൂടുതലായിരിക്കും. കുട്ടികൾക്കാണ് അഡൾട്ടിനേക്കാളും കൂടുതൽ അയൺ റിക്വയർമെന്റ് ആവശ്യമായിട്ടുള്ളത് ഫോർ ദെയർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി നമ്മുടെ RBCക്കകത്ത് ഒരു സെല്ലിനകത്ത് ഹീമോഗ്ലോബിന്റെ എമൗണ്ട് വരുന്നത് 27 to 32 പൈക്കോഗ്രാം പെർ സെല്ലാണ്. അത് 27നെക്കാളും കുറവാണെങ്കിലാണ് നമ്മൾ അനീമിയ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഗ്രാം പെർ DL 9 gram per DL ആണ് ഹീമോഗ്ലോബിൻ്റെ. അതിനേക്കാളും കുറവാണെങ്കിലാണ് അനീമിയ സിവിയർ ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ മെയിനായിട്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ഒന്ന് നമുക്ക് ഡയറ്ററി ഡെഫിഷ്യൻസി കാരണം വരാറുണ്ട്. അതേപോലെ ഹൈ അയൺ റിക്വയർമെന്റ്സ് വരേണ്ട സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രഗ്നൻസി, അതേപോലെ പേഷ്യൻറ്റിന് ക്രോണിക് ആയിട്ടുള്ള ബ്ലഡ് ലോസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ഹൈ അയൺ റിക്വയർമെന്റ് വേണം. അങ്ങനെയുള്ള കണ്ടീഷനിലും പിന്നെ GIT അലിമെന്ററി ട്രാക്റ്റിൽ നിന്നും പ്യുവർ ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന കണ്ടീഷനിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകാം.
ഇത് മെയിനായിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിക്കലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് മൈക്രോസൈറ്റിക് ആൻഡ് ഹൈപ്പർക്രോമിക് അനീമിയ ആയിട്ടാണ്. മൈക്രോസൈറ്റിക് എന്ന് പറഞ്ഞാൽ നോർമൽ സെല്ലിനേക്കാളും സൈസ് കുറവും അതേപോലെ കുറച്ചും കൂടെ കളർ കുറവായിരിക്കും, പേലറായിട്ട് കാണും. അങ്ങനെ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ കുറച്ച് വിളറി ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഇതിന് കാരണം. അവിടെ RBC മൈക്രോസൈറ്റിക്കും ഹൈപ്പർക്രോമിക്കും ആയിരിക്കും. ഡെഫിഷ്യൻസിയുടെ കാരണങ്ങൾ ഇവിടെ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഡെഫിഷ്യൻ്റ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, അപ്പം ഇനഫ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, ഹൈലി കളേർഡ് വെജിറ്റബിൾസ്, അതുപോലെ മീറ്റ് കഴിക്കുന്നൊക്കെ കുറവാണെങ്കിൽ എന്താണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകാം. അതുപോലെ ബേബീസിൽ മിൽക്ക് മാത്രം കുടിക്കുന്ന ആൾക്കാരിലും അയൺ ഡെഫിഷ്യൻസി കാണും, കാരണം മിൽക്ക് ഒരു പ്യുവർ സോഴ്സ് ഓഫ് അയൺ ആണ്. പിന്നെ ഹൈ റിക്വയർമെന്റ്സിൽ കണ്ടീഷനിൽ വരുമ്പം അതിൽ അണ്ടറിൽ വരുന്നതാണ് പ്രഗ്നൻസി. അതേപോലെ ഇപ്പം എന്താണ് ക്രോണിക് ആയിട്ടുള്ള ബ്ലഡ് ലോസ് വരുവാണ്. ആ കണ്ടീഷനാണ് ഇപ്പം ഇൻറ്റെസ്റ്റൈനൽ ബ്ലീഡിങ്, പെപ്റ്റിക് അൾസർ, അതേപോലെ ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, ഹെമറോയിഡ്സ്, കാർസിനോമ ഓഫ് ദ GI ട്രാക്ട്. ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ലോസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ആണ്. ഇവിടെയൊക്കെ അയണിന്റെ റിക്വയർമെന്റ് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അതേപോലെ അയൺ അബ്സോർബ് ചെയ്യുന്നത് ആസിഡ് എൻവയോൺമെന്റിലാണ് ഇൻ ദ സ്റ്റൊമക്ക്. അപ്പം ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്റ്റൊമക്കിൽ പരൈറ്റൽ സെൽസ് ആണ് HCl പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സെൽസ് ആണ് നമ്മുടെ pH റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പരൈറ്റൽ സെൽസ് എന്തെങ്കിലും വിധേന നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ ആവശ്യമായത് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പം സ്റ്റൊമക്കിലെ pH ഇൻക്രീസ് ചെയ്യും, ഇനഫ് ആയിട്ടുള്ള അയൺ അബ്സോർബ് ആകില്ല. പിന്നെ ഇൻറ്റെസ്റ്റൈനിൽ അബ്സോർബ് ചെയ്യുന്ന കണ്ടീഷനിൽ ഇൻറ്റെസ്റ്റൈനിൽ സർഫസ് ഏരിയ കുറഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും സർജിക്കൽ റിമൂവലൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, സർജിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രോസസ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റെസ്റ്റൈനിലെ സർഫസ് ഏരിയ കുറഞ്ഞാൽ അവിടെ ഇൻറ്റെസ്റ്റൈനിലെ എന്താണ് ഏരിയ കുറയുമ്പം അവിടെ അബ്സോർപ്ഷൻ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചിലപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകാം. അയൺ ഡെഫിഷ്യൻസി അനീമിയ മെയിനായിട്ട് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യുന്നത് ഗ്ലോസൽ പെയിൻ, നാക്കിലൊരു പെയിൻ ഉണ്ടാവും, അതേപോലെ സ്മൂത്ത് ടങ് ആയിരിക്കും. പിന്നെ റെഡ്യൂസ്ഡ് സലവറി ഫ്ലോ എന്ന് വെച്ചാൽ അവിടെ ഡ്രൈ ആയിട്ട്, മുഖത്ത് ഭയങ്കര ഡ്രൈ ആയിട്ട് അനുഭവപ്പെടും. പിന്നെ പൈക്ക, കമ്പൾസറി ഈറ്റിംഗ് ഓഫ് നോൺ ഫുഡ് ഐറ്റംസ്, അതാണ് ഡേർട്ട്, ഹെയർ, സോയിൽ, അങ്ങനത്തെ ഉള്ള ഐറ്റംസിനോട് ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് ഭയങ്കര എന്താണ് കൊതി പോലെ ആയിരിക്കും, അവരതൊക്കെ കഴിക്കും. അതേപോലെ പാഗോഫേജ് ഉണ്ടാവും, എന്ന് വെച്ചാൽ കമ്പൾസറി ഈറ്റിംഗ് ഓഫ് ഐസ്. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഈ പൊടിയൊക്കെ തിരുന്ന് കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ള പിള്ളേരെ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകും. ഈ സിംറ്റംസ് ആണ് നമുക്ക് മെയിനായിട്ട് ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ്, ഏത് അനീമിയാണ് ഹങ്കർ ഫോർ ഐസും അപ്വാർഡ് കർവേച്ചർ ഓഫ് ഫിംഗർ നെയിലും ഉണ്ടാക്കുന്നത്? നമ്മൾ മുമ്പത്തെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു, അയണിന്റെ ഡെഫിഷ്യൻസി ആണ് ഇതിന് കാരണം. ഓക്കെ, ഇത്രയുള്ളൂ നമ്മൾ പഠിച്ചത്. നമ്മൾ മെയിനായിട്ട് ഇത് ഡിസ്കസ് ചെയ്ത് എന്താണ് അനീമിയ, അതേപോലെ എന്താണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ. എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ. ബൈ.